ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുക നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടിയിട്ടുള്ള ചെറിയൊരു പിണക്കത്തിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, മഹിമ ടൂർ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂപ്പൺ നൽകിയിരുന്നില്ല. ആ ഒരു കൂപ്പൺ ശ്രീകാന്തിന് കൊടുക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് തൻ്റെ സ്വന്തം ഭാര്യയെ നോക്കാനുള്ള പ്രാപ്തിയും കഴിവും ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു കൂപ്പൺ തന്നത് എന്ന രീതിക്കുമാണ് നമ്മുടെ വർഷയെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ആകെ ഇമോഷണൽ ആവുകയാണ്. ദേഷ്യപ്പെട്ടിന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യാൻ കേട്ടോ. മാത്രമല്ല വർഷയാണെങ്കിലും ശ്രീകാന്തിന് ഈഗോയാണെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് റൂമിലിരിക്കുകയും ചെയ്യാണ്. ഇതേ സമയം തന്നെ പുറത്ത് നമ്മുടെ ചന്ദ്ര രവിയോടായിട്ട് പറയണം, എല്ലാവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സച്ചിയും ശ്രീകാന്തും സുധി ഇന്നലെ ടെറസിന്റെ മുകളിലാണ് കിടന്നത്. സച്ചിയുടെ കാര്യം പോട്ടെ, സച്ചി പിന്നെ ടെറസിന്റെ മുകളിലാണ് കിടക്കുന്നത്. ബാക്കി രണ്ടുപേരും എന്ത് കാരണം കൊണ്ടായിരിക്കും ടെറസിന്റെ മുകളിൽ കിടന്നത്? ഇരുവരും ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് വന്നത്. രേവതിയെടുത്തി ഒരു ചായ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ, പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയി ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുകയാണ്, അതിനമ്മ ഞാൻ ചായയല്ലേ ചോദിച്ചോളൂ, അമ്മയ്ക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല നീയും വർഷയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇല്ല എന്ന് ശ്രീകാന്ത് മറുപടിയും പറയുന്നുണ്ട്. നീ നുണയൊന്നും പറയുന്നും വേണ്ട, നീ എല്ലാ കാര്യങ്ങളും രേവതിയോട് തുറന്നു പറയുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചന്ദ്ര ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വർഷ എന്നിട്ട് പറയുകയാണ്, ആൻറ്റി എനിക്ക് പോകാൻ സമയം, അതിന് മുന്നേ ആർക്കെങ്കിലും കുളിക്കാൻ പറയാനായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഉദ്ദേശിച്ചെന്നെ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേ ശ്രീകാന്ത് പറയാണ്, എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രീകാന്ത് വരുന്നത് കാണുമ്പോൾ തന്നെ വർഷ റൂമിൽ നിന്ന് വഴക്കിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്കിലെ കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ കൂടി വരികയാണ് കേട്ടോ. അതിനുശേഷം വർഷയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത്, നിലവിൽ ഇതുവരെ പ്രശ്നമൊന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇട്ട് പുറകെ തന്നെ ചന്ദ്ര രവിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ ഇങ്ങനെ പിള്ളേർ തമ്മിൽ വഴക്കാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി പറയുകയാണ്, വർഷ പറഞ്ഞ നീ ശ്രദ്ധിച്ചോ, അവർ തമ്മിൽ നിലവിൽ ഇതുവരെ പ്രശ്നമില്ല, നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് രവി പറയുമ്പോഴത്തേക്കും, അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, നീ എന്തായാലും ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും ശ്രമിക്കേണ്ട, അവർ വലിയ മുതിർന്നവരായവരല്ലേ ഭാര്യയുമായി, അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ തന്നെ ഒത്തുതീർപ്പായിക്കോളും. നമ്മളായിട്ട് ഇടപെടേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അവർ നമ്മളോട് വന്ന് തുറന്നു പറയും, ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി എന്നൊക്കെ രവി പറയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്കും, എന്താ അമ്മേ എന്ത് പറ്റി, ശരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതല്ല മോളെ, ശരത്ത് വീണ്ടും ജോലിക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നൊക്കെ ലക്ഷ്മി പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അതിന് അവൻ്റെ റെസ്റ്റ് മാറിയല്ലേ, പിന്നെ അവൻ എവിടെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അവൻ ആൻ്റണിയുടെ കൂടെ ജോലിക്ക് പോകാൻ ഒരുങ്ങുകയാണ്, മോൾ എത്രയും വേഗം ഒന്ന് വീട്ടിലേക്ക് വരണമെന്നൊക്കെ ലക്ഷ്മി പറയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ഇതേ രവി തന്നെയാണ് കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ ടെൻഷൻ അടക്കാനാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോഴത്തേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, നീയല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് രവി മറുപടിയും പറയുന്നുണ്ട്. ഒന്ന് പോ രവിയേട്ടാ, ഇപ്പൊ തമാശ പറയേണ്ട സമയമാണത്, മക്കളുടെ കാര്യം എടുത്തിട്ട് എനിക്ക് ആകെ പേടിയായിട്ട് മേല, അവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല, 3 പേരും ഇന്നലെ വെവ്വേറെയാണ് കടന്നത്, എനിക്ക് ഓർത്തിട്ടാണ് പേടിയായിട്ട് മേല എന്നൊക്കെ ചന്ദ്ര പറയാട്ടെ. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിയോട് ചോദിച്ച കാരണം എന്താണെന്ന് രവി ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ ചോദിച്ചു, പക്ഷെ ശ്രുതിയായിട്ടൊന്നും വിട്ടു പറയുന്നില്ല എന്ന് ചന്ദ്ര മറുപടി പറയാണ്. വേഗം തന്നെ വർഷയോട് ചോദിച്ച കാര്യം ചോദിക്കുന്നുണ്ട്. അതിനും ചന്ദ്ര ഞാൻ ചോദിച്ചു എന്ന് മറുപടി പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രവി ചോദിക്കുന്നത് രേവതിയോട് ചോദിച്ചു എന്നാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്ര ഒന്ന് പതറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതിയോട് ചോദിക്കേണ്ട കാര്യം എന്താ, സച്ചിയുടെ രേവതിയുടെ ഇടയ്ക്ക് ഏത് സമയത്തും വഴക്കല്ലേ, പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇത് തന്നെയാണ് ചന്ദ്ര നിന്റെ പ്രശ്നം, നീ 3 മക്കളെയും 3 മരുമക്കളെയും ഒരേ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇടപെടേണ്ട പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർ തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ സമാധാനിപ്പിച്ച് നിർത്താൻ രവി. ഇതേ സമയം തന്നെ നമ്മുടെ ദേവു ശരത്തിനോട് ജോലിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരത്തനെ അത് ചെവി കേൾക്കാനേ തയ്യാറാകുന്നില്ല. ഈ ഒരു സമയത്താണ് ലക്ഷ്മിയും ദേവതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്നതിന് ശേഷം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ആൻ്റണിയുടെ കൂടെ കൂട്ടുകൂടരുന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണ് നീ വീണ്ടും ആ ഒരു ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ നല്ലൊരു ജോലിക്കാണ് ചേച്ചി പോകുന്നത്, ആൻ്റണി ചേട്ടൻ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല രീതിക്ക് ഒരു കമ്പനി ഇട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ ശരത്ത് മറുപടി പറയുമ്പോഴത്തേക്കും, പിന്നെ അവൻ ഗുണ്ടിയല്ലേ, ഗുണ്ടിയെന്നും ഗുണ്ടിയായി തന്നെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ലക്ഷ്മി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശരത്ത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ഭർത്താവും എല്ലാവരും തല്ലാറില്ലേ, അയാൾ ഗുണ്ടിയായിട്ടാണ് എല്ലാവരും പിടിച്ച് തല്ലുന്നതെന്നൊക്കെ ഇങ്ങനെ ശരത്ത് ചോദിക്കുന്ന സമയത്ത്, അയാളോ, നീ എന്താ ശരത്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് രേവതി ചോദിക്കുകയാണ് കേട്ടോ. അതെ, അയാളെന്ന് തന്നെ എനിക്കിത് പറയാൻ സാധിക്കുള്ളൂ, അത്രമാത്രം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. എന്നിരുന്നാലും രേവതിയും ലക്ഷ്മിയും ദേവും കൂടി പലതവണയായിട്ട് ശരത്തിനോട് ഇനി ആ ജോലിക്ക് പോകരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരത്ത് പറയുകയാണ്, ചേച്ചിയുടെ ഗതി ഒരിക്കലും ദേവുവിനും ഉണ്ടാവില്ല, ദേവ് നന്നായിട്ട് പഠിച്ചതാണ്, ദേവിന് നല്ല രീതിക്ക് സ്വർണവും പണവും കൊടുത്ത് കെട്ടിച്ചു വിടണം,
അല്ലെന്നാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ അമ്മായിയമ്മ ചേച്ചിനോട് ചെയ്യുന്ന രീതിക്ക് തന്നെ ദേവുവിനോടും പെരുമാറും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നാണെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ പണവും സ്വർണവും കൊടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നീ ഇപ്പോൾ കഷ്ടപ്പെടേണ്ടത് പഠിക്കാനാണ്, അല്ലാതെ ജോലിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം നിലവിൽ ദേവുവിന് കല്യാണാലോചനയൊന്നും വന്നിട്ടില്ല, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് ഉത്തരവാദിത്തം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എവിടെ കൂടാനാ? ആ ഡ്രൈവർ ജോലിക്ക് പോയിട്ടാണ് അയാൾ സമ്പാദിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. ഒന്നും നടക്കല്ല ചേച്ചി, ഞാനും കൂടെ ജോലിക്ക് പോയാലാണ് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം അത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയിക്കോളാം, ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരത്ത് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ശരത്തിൻ്റെ പെരുമാറ്റം വല്ലാതെ തന്നെ രേവതിയെയും അമ്മയൊക്കെ സങ്കടപ്പെടുത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും മീരയാണ്. ശ്രുതിയും മീരയും കൂടെ കൂടിയിട്ട് ശ്രുതി ജോലിക്ക് പോകുന്നില്ല എന്നുള്ള വിവരമൊക്കെ തന്നെ മീരയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് എന്തായാലും പണ്ടത്തേക്കാളും മാറ്റം ശ്രുതിക്കുണ്ടല്ലോ, ജോലിക്ക് പോകാമെന്നുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിയായി തന്നെ ഒരു ജോലി കണ്ടെത്തിയിട്ടുണ്ട്. നീ എന്തായാലും ശ്രുതിനെ ഒരുപാട് പ്രഷർ ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ മീര പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേ ശ്രുതിക്കും ശരിയാണെന്ന് തോന്നുകയാണ് കേട്ടോ. കാരണം ഇനിയും പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ ചിലപ്പോഴേക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഇട്ട് കൊടുക്കാനായിട്ട് അച്ഛനോട് വിളിച്ച് പറയാനായിട്ട് ആൻറ്റി പറയും. അതുകൊണ്ട് തന്നെ ശ്രുതിയായിട്ട് തന്നെ ജോലി കണ്ടെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മീരയോടായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവർ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്ത് നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ കൗണ്ടറിൽ നിൽക്കുന്ന പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത് ശ്രുതി മാഡത്തിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ആരാണെന്ന് ആദ്യം ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിലും ഒരാണാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മീര ചെന്ന് നോക്കുന്ന സമയത്ത് നവീനാണ് കേട്ടോ. നവീനാണെങ്കിൽ ഒരു രീതിക്കും ബ്യൂട്ടി പാർലറിൽ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല. വേഗം തന്നെ ശ്രുതി വന്നിട്ട് നമുക്ക് അങ്ങ് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാർലറിൻ്റെ അകത്തേക്ക് വിളിച്ചു. പാർലറിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഫേഷ്യലൊക്കെ ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നവീനാണെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ടൂർ പോയി തൻ്റെ കയ്യിലുള്ള പണമെല്ലാം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി 50,000 രൂപയുടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യത്തിനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് മീരയും ശ്രുതിയും ഞെട്ടുകയാണ്. പെട്ടെന്ന് തന്നെ മീര പറയുകയാണ് 50,000 രൂപയോ 500 രൂപ പോയിട്ട് 50 രൂപ പോലും കയ്യിലെടുക്കാനില്ല, ആണല്ലേ നവീൻ, നിനക്കൊരു ജോലിക്കൊക്കെ പോയിക്കൂടെ എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ടെങ്കിലും നവീൻ അതിന് കൃത്യമായി തന്നെ രീതിയിൽ മീരയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ് എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നുമില്ല, അത് മാത്രമല്ല നിന്റെ നോട്ടടിക്കുന്ന മെഷീനാണോ ഞാനെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ എൻ്റെ നോട്ടടിക്കുന്ന മെഷീൻ അല്ലല്ലോ കല്യാണി, നീ എൻ്റെ ATM മെഷീൻ അല്ലേ എന്ന് നവീൻ മറുപടി പറയുകയാണ്. അതിനുശേഷം പണം എത്രയും വേഗം തനിക്ക് വേണമെന്നൊക്കെ നവീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്വേതാമ്മയുടെ, അതായത് ആ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വരികയാണ്. അകത്തൊരു ആണിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവർക്കത് ദേഷ്യം സഹിക്കാനാകുന്നില്ല. വന്ന വഴി തന്നെ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലറല്ലേ, പിന്നെ എന്തിനാ ജെൻസിനെ കയറ്റി ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സോറി മാഡം എന്ന് പറഞ്ഞതിന് ശേഷം നവീനോടായിട്ട് എത്രയും വേഗം നിനക്ക് തരാനുള്ളതെല്ലാം തന്നെ ഞാൻ തന്നു തീർത്തേക്കാം എന്ന് പറഞ്ഞ് ഒരു കണക്കിന് നവീൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. നവീൻ പോയ തൊട്ടുപുറകെ തന്നെ ശ്വേത ഒരുപാട് ശ്രുതിനെ വഴക്ക് പറയുന്നുണ്ട്. നിന്റെ ബ്യൂട്ടി പാർലർ ആണെന്ന് വിചാരിച്ചാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവിടുത്തെ കണക്കും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ശ്രുതി ചെയ്യുന്നത് കൊണ്ട് ശ്രുതിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഞാൻ കൂടുതൽ തന്നു, അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തായാലും കണക്കും കാര്യങ്ങളായിട്ട് റൂമിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ശ്വേത ദേഷ്യപ്പെട്ടാണ് അവിടുന്ന് പോകുന്നത്. പോയ ഉടനെ തന്നെ മീര ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശ്വേത മേഡം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊന്നും നമ്മൾ അറിയണ്ട മീര, ഇത് അവരുടെ ബ്യൂട്ടി പാർലർ അല്ലേ എന്ന് ശ്രുതി മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് സച്ചി കാർ സ്റ്റാൻഡിലേക്ക് ചെന്ന് ഇങ്ങനെ കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഓട്ടം കുറവാണ്, കാറിന് മാത്രമല്ല ഓട്ടോയ്ക്ക് ഓട്ടം കുറവാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൻ്റണിയും കൂട്ടിക്കൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആൻ്റണിയെ കാണുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട് ഇവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് തീർത്താനുള്ള, പിന്നെ എന്ത് കാര്യത്തിന് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ആൻ്റണിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആൻ്റണി നീ എന്ത് കാര്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നത്, നിനക്ക് തരാനുള്ളതെല്ലാം ഞങ്ങൾ തന്നു തീർത്തല്ലേ, പിന്നെ എന്ത് കാര്യത്തിന് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ ഒരെണ്ണത്തും ഒരു കാശ് പോലും ഞാൻ തരികയില്ല, ഇപ്പം അത് സംസാരിക്കാനല്ല വന്നത്, ശരത്തിന് അച്ചോടൊത്ത് സംസാരിക്കാനുണ്ടെന്ന്, ശരത്തിന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് വേഗം പറയുകയാണ്, ശരത്തെ നീ വീട്ടിലേക്ക് പോകും, എന്തായാലും സംസാരിക്കാനും നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ താൻ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ശരത്ത് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്ത് സച്ചിയുടെ മുന്നിലേക്ക് വെച്ചിട്ട് സച്ചിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശരത്തിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.